ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് വിബി ജി റാംജി തൊഴിലുറപ്പിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. വിബി ജി റാംജി തൊഴിലുറപ്പ് പദ്ധതിയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ 2006 ഫെബ്രുവരിയിൽ രാജ്യത്തെ 200 ജില്ലകളിൽ ആരംഭിച്ച പദ്ധതിയിൽ വയനാട്, പാലക്കാട് ജില്ലകളെ ഉൾപ്പെടുത്തിയിരുന്നു. 2007 ഇടുക്കി, കാസർഗോഡ് ജില്ലകളെ കൂടി ചേർത്തു. 2008 എല്ലാ ജില്ലകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതി വ്യാപിച്ചു. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി 369 രൂപയാണ്. വിംജി റാംജിയിലെ 2025 ഡിസംബർ 18 പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ ഡിസംബർ 21 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ വിബി ജി റാംജി എന്നാണ് പദ്ധതിയുടെ മുഴുവൻ പേര്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പദ്ധതി ഇങ്ങനെയാണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാന മാറ്റങ്ങൾ: തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാണ്. തൊഴിലവസരം ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകം ജോലി നൽകണം. നൽകാത്ത പക്ഷം തൊഴിലില്ലായ്മ വേതനം കൊടുക്കേണ്ടി വരും. തൊഴിൽ നൽകി 15 ദിവസത്തിനുള്ളിൽ വേതനം കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം നൽകണം. വേതനത്തിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്രം വഹിക്കും. വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രം വഹിക്കും. കൃഷിപ്പണിക്കാർ കൂടുതൽ സമയങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ വർഷത്തിൽ 60 ദിവസം വരെ പദ്ധതിക്ക് ഇടവേള നൽകും. ഗ്രാമീണ തൊഴിൽ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005 പാർലമെന്റ് പാസാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നടപ്പിലാക്കിയത്. 2008 എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചു. 2009 പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പേരിട്ടു. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം പദ്ധതിയുടെ പേരിലും ചട്ടങ്ങളിലും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005 പാർലമെന്റ് പാസാക്കിയതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഇതിനാദ്യം അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പേരാണ് ഇപ്പോൾ മാറ്റിയത്. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പേരിട്ടത്. എന്നാൽ വിബി ജി റാംജി എന്നാണ് അറിയപ്പെടുന്നത്. 2025 ഡിസംബർ 18 പാർലമെന്റ് അത് പാസ്സാക്കിയത് നമുക്കറിയാം. ഡിസംബർ 21 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പം പാർലമെന്റ് പാസ്സാക്കണം. പാർലമെന്റ് എന്ന്